വിശ്വസനേണ്ടി എന്നെയും കുടുംബത്തെയും നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലാം. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രിയും നമ്മെ ശക്തീകരിക്കുന്നതാണ്, നമ്മെ ബലപ്പെടുത്തുന്നതാണ്. ഹല്ലേലൂയ. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ജയത്തോടെ നടത്തിയ കർത്താവിനെ ഇരു കരങ്ങളും അടിച്ച് നന്ദിയോടെ സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. സകല മഹത്വത്തിനും സകല ആരാധനയ്ക്കും സകല പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവ് ആയുസ്സിനെ ആമേൻ ആരോഗ്യത്തോടെ ഹല്ലേലൂയ ബലത്തോടെ ആമേൻ സൂക്ഷിക്കുവാനിടയായി തീർന്നല്ലോ. ഹല്ലേലൂയ. ശ്രുതികളിമേ വസിക്കുന്നവനായ ദൈവം ഹല്ലേലൂയ ആമേൻ അവിടുത്തെ കരങ്ങളിൽ ആമേൻ നമ്മെ സൂക്ഷിച്ച വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനായവൻ, സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യനായവൻ, മുഴു സാന്നിധ്യവുമായി ഇന്ന് രാത്രി നമ്മുടെ നടുവിലാകുന്നതായിട്ടുണ്ട്. പകലിന്റെ മണിക്കൂറുകളിൽ കാലുകൾ തട്ടാതെ, കാലിനെ വീഴ്ചയിൽ നിന്ന്, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചവനായ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മളെ തടഞ്ഞവരുണ്ടാകാം, പക്ഷേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തവരാണ്. ഹല്ലേലൂയ. ദൈവം നമ്മെ ലോക സ്ഥാപനത്തിന് മുന്നമേ തിരഞ്ഞെടുത്തവരാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ വീണിട്ടുണ്ടാകാം, പക്ഷേ അവൻ നമ്മെ ഉയർത്തിയവരാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ പാട്ട് കേൾക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ അത് കേട്ടിരിക്കാതെ ആമേൻ ഹൃദയം കൊണ്ട് ഹല്ലേലൂയ ചേർന്ന് പാടുക. ഇത് നിന്റെ തിരിച്ചറിവിന്റെ പ്രഖ്യാപനമാകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. നന്ദി കർത്താവേ. തഴഞ്ഞവനല്ല ഞാൻ, തിരഞ്ഞെടുത്തവൻ. മറന്നവനല്ല ഞാൻ, ഓർമ്മയിൽ ഉള്ളവൻ. കണ്ണീർ നിറഞ്ഞ രാത്രികളിൽ കൈപിടിച്ചു നടത്തിയവൻ. നീയല്ല. ലോകം വിട്ടുപോയാലും നീ എന്നെ വിടുകയില്ല. എന്റെ പേരിൽ നിന്റെ ഹൃദയത്തിൽ എന്നെ എഴുതിയിരിക്കുന്നു. ഞാൻ നിന്റെ മകൻ, ഞാൻ നിന്റെ മകൾ. നിന്റെ സ്നേഹം എനിക്കായി നിത്യജീവൻ തന്നവനേ. രാജാവേ, എന്നേക്കും ഞാൻ നിന്റേതായിരിക്കും. ഞാൻ നിന്റെ മകൻ, ഞാൻ നിന്റെ മകൾ. നിന്റെ സ്നേഹം എനിക്കായി നിത്യജീവൻ തന്നവനേ. രാജാവേ, എന്നേക്കും ഞാൻ നിന്റേതായിരിക്കും. ഇരുട്ടിൽ നിന്നെ വിളിച്ചു പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു. നിരാശയിൽ വീണ എന്നെ പ്രത്യാശയായി മാറ്റിയവൻ. എന്റെ കഥ അവസാനിച്ചിട്ടില്ല. എന്റെ ദൈവം ജീവനുള്ളവൻ. തഴഞ്ഞ കല്ല് മൂലക്കല്ല, എന്നെ നീ ഉയർത്തും കർത്താവേ. ഞാൻ നിന്റെ മകൻ, ഞാൻ നിന്റെ മകൾ. നിന്റെ സ്നേഹം എനിക്കായി നിത്യജീവൻ തന്നവനേ. രാജാവേ, എന്നേക്കും ഞാൻ നിന്റേതായിരിക്കും. ഞാൻ നിന്റെ മകൻ, ഞാൻ നിന്റെ മകൾ. നിന്റെ സ്നേഹം എനിക്കായി നിത്യജീവൻ തന്നവനേ. രാജാവേ, എന്നേക്കും ഞാൻ നിന്റേതായിരിക്കും.
ഞാൻ നിന്റെ മകൾ, ഞാൻ നിന്റെ മകൾ, നിന്റെ സ്നേഹം മതി എനിക്കായി നിത്യജീവൻ തന്നവനെ എന്റെ രാജാവേ, നീക്കും ഞാൻ നിന്റേതായിരിക്കും. ഞാൻ നിന്റെ മകൾ, നിന്റെ മകൾ, നിന്റെ സ്നേഹം മതി എനിക്കായി നിത്യജീവൻ തന്നവനെ എന്റെ രാജാവേ, നീക്കും ഞാൻ നിന്റേതായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ആമേൻ. നാം തഴഞ്ഞവരായിരിക്കാം, എന്നാൽ നമ്മെ ഹല്ലേലൂയ നിത്യസ്നേഹം കൊണ്ട് ആമേൻ സ്നേഹിക്കുന്നവൻ ലോക സ്ഥാപനത്തിന് മുന്നമേ ആമേൻ തെരഞ്ഞെടുത്തവനാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രി നീ തഴഞ്ഞവനല്ല, നീ തെരഞ്ഞെടുത്തവൻ. ഹല്ലേലൂയ. നിത്യജീവൻ ഇപ്പോൾ തന്നെ ആമേൻ നിന്റെ ജീവിതത്തിൽ ആരംഭിക്കട്ടെ. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രിയിൽ ആമേൻ ഹല്ലേലൂയ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസ്തനെ നന്ദി നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം ചൊല്ലുകയാണ്. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് രാത്രി നിങ്ങൾ എവിടെയായിരുന്നു? ഹല്ലേലൂയ. ആമേൻ. എവിടെയായിരുന്നാലും ഹല്ലേലൂയ, ഏത് സാഹചര്യത്തിൽ ഇരുന്ന് കാണുന്നുവെന്നത് അത്ര പ്രധാനമല്ല. ഹല്ലേലൂയ. നിങ്ങൾ ഒരു മുറിയിൽ ഒറ്റയ്ക്കായിരിക്കാം, ആമേൻ, കുടുംബത്തോടൊപ്പം ഇരിക്കാം, അല്ലെങ്കിൽ മനസ്സിൽ വലിയൊരു പോരാട്ടവുമായി ഈ ലൈവിലേക്ക് കണക്ട് ചെയ്തതായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഇന്ന് രാത്രി ഉറപ്പ് ആത്മാവിൽ ഞാൻ നൽകാം. ആമേൻ. ഇത് യാദൃശികമായ ഒരു കൂടിച്ചേരൽ അല്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ദൈവം ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ഇന്ന് നാം സംസാരിക്കുവാൻ പോകുന്നത് ഒരു ഉപദേശമല്ല, ആമേൻ, ഒരു സിദ്ധാന്തമല്ല, ആമേൻ, ഒരു മതപരമായ ചർച്ചയല്ല. ആമേൻ. ഇന്ന് നാം സംസാരിക്കുന്നത് ഹൃദയങ്ങളെ സ്പർശിക്കുന്ന സത്യത്തെക്കുറിച്ച്. ആമേൻ. ഹല്ലേലൂയ. അതേ തടയപ്പെട്ടവരെ ഉയർത്തുന്ന ആ ദൈവ കൃപയെ കുറിച്ച്, ആമേൻ, നിരാശയെ പ്രത്യാശയാക്കുന്ന ആമേൻ ജീവനെ കുറിച്ച്. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ വിഷയം തഴഞ്ഞവനല്ല, അത് തിരഞ്ഞെടുത്തവൻ. ആമേൻ. കരമുയർത്തി സന്തോഷമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. അത് തഴഞ്ഞവനല്ല, തിരഞ്ഞെടുത്തവൻ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ കുറിച്ച് നീ കേട്ട എല്ലാ നെഗറ്റീവ് വാക്കുകൾക്കും ആമേൻ മുകളിലായി ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി മുഴങ്ങുവാനിടയാകും. ഹല്ലേലൂയ. ആമേൻ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ആമേൻ. നീ കേട്ടത് നെഗറ്റീവാണ്. നിന്നെ കുറിച്ച് പറഞ്ഞത്, നിന്നെ കുറിച്ച് പറഞ്ഞ് പരത്തിയതും അതേ നെഗറ്റീവായ തോട്ട്സുകളാണ്, നെഗറ്റീവായ വാക്കുകളാണ്. എന്നാൽ അതിന്റെ മീതെ ഇന്ന് രാത്രി ആമേൻ മുഴങ്ങുന്ന ആമേൻ ഒരു ദൈവ ശബ്ദം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപൂർണനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായ രാത്രിക്കായി നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ സ്വർഗം കൃപ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. ജീവനും ശ്വാസവും നൽകിയതിനായി നന്ദി. ഇങ്ങനെ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ കൂടി വരുവാൻ അവസരം നൽകിയതിനായി നന്ദി കർത്താവേ. ഈ ലൈവിലേക്ക് ചേർന്നിരിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയം അവിടുന്ന് അറിയുന്നല്ലോ, അവരുടെ സന്തോഷവും അവിടുന്ന് അറിയുന്നല്ലോ, അവരുടെ അതേ മുറിവുകളെ, അവരുടെ ഉള്ളറകളിലെ വേദനയെ അവിടുന്ന് അറിയുന്ന ദൈവമാകുന്നുവല്ലോ.
പരിശുദ്ധ ആത്മാവേ, ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിലൂടെ ജീവിതങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടണമേ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ വചന ശുശ്രൂഷ അഭിഷേകം ചെയ്യണമേ. വാക്കുകൾ മാനുഷിക വാക്കുകൾ മാത്രമാകാതെ ആത്മാവിന്റെ ശക്തിയോടെ ആമേൻ നിറഞ്ഞതാവട്ടെ. ആമേൻ. കേൾക്കുന്ന ഓരോ ഹൃദയവും തുറക്കപ്പെടട്ടെ. തകർന്ന മനസ്സുകൾ സൗഖ്യമാകട്ടെ. നിരാശ പ്രത്യാശയായി മാറട്ടെ. കർത്താവേ, ഇന്നത്തെ രാത്രി ഒരു സാധാരണ രാത്രിയല്ല. ആമേൻ. ഒരു വഴിത്തിരിവിന്റെ രാത്രിയായി മാറട്ടെ. ഞങ്ങളുടെ ചിന്തകൾ അവിടുത്തെ സത്യത്തോട് ഒത്തതാകട്ടെ. ഞങ്ങളുടെ ആത്മാവ് അവിടുത്തെ ശബ്ദം തിരിച്ചറിയട്ടെ. ഇപ്പോൾ ഈ സമയം മുഴുവനും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളോട് ഇടപെടണമേ. ഞങ്ങളെ പുതുക്കണമേ. ഇന്ന് രാത്രി ഭാരത്തോട്, വേദനയോട്, നിരാശയോട്, ആകുലതയോട് ആയിരിക്കുന്ന ജീവിതങ്ങളോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവേ അവിടുന്ന് ഇടപെടുമാറാകണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുകയാണ്. ശുശ്രൂഷിപ്പാരടിയെ ശക്തീകരിക്കണമേ. ജനത്തെ അവിടുന്ന് ഒരുക്കണമേ. സകല മഹത്വവും മാനവും പൂഴ്ചയും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. അടിയങ്ങൾക്കായി കാൽവരിയിൽ ജീവൻ അർപ്പിച്ച യേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നാം ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഹല്ലേലൂയ അതേ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ആമേൻ. ദൈവം ഇന്ന് നമ്മോട് എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് ശ്രദ്ധയോടെ ആമേൻ കാതോർക്കാം. പ്രാർത്ഥനയോടെ ശ്രവിക്കാം. നിങ്ങൾ കേൾക്കുന്ന വചനം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ്, നമ്മെ നിത്യതയോട് അടുപ്പിക്കുന്നതാണ്. ആമേൻ. അതേ കർത്താവിന്റെ മടങ്ങി വരവിന് വേണ്ടി നമ്മെ പ്രത്യാശയുള്ളവരാക്കുന്നതാണ്. ഇന്ന് രാത്രി നമ്മുടെ വേദനകളെ അതേ മറക്കുന്ന രാത്രിയായി മാറുവാൻ പോകുകയാണ്. നമ്മുടെ പ്രതിസന്ധികളെ മറക്കുന്ന രാത്രിയാകുവാൻ പോകുകയാണ്. നാം കേട്ട നെഗറ്റീവ് ചിന്തകളോട് ആമേൻ അതേ വിട പറയുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. അതേ തഴഞ്ഞവനല്ല, തിരഞ്ഞെടുത്തവൻ. ആമേൻ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഞാൻ തഴഞ്ഞവനല്ല, ആമേൻ, എന്നെ തിരഞ്ഞെടുത്ത ഒരു ദൈവമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ മക്കൾ തഴയാണ്, ഒരുപക്ഷെ അപ്പൻ അമ്മ തഴയാണ്, ഒരുപക്ഷെ ആമേൻ കൂടപ്പറപ്പ് തഴയാണ്, ഒരുപക്ഷെ ജീവിത പങ്കാളികൾ തഴയാണ്, ഉറ്റവരും ഉടയവരും തഴയാണ്. എന്നാൽ തഴയാത്ത ഒരു നല്ല കർത്താവ് ഭക്തൻ ഇങ്ങനെ പറഞ്ഞത്, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു എങ്കിലും അവൻ എന്നെ ചേർത്തണച്ചു. ഹല്ലേലൂയ. ആ മാർബോട് ചേർത്തണയ്ക്കുന്ന ആ സ്നേഹം അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്ന് ഇരു കരങ്ങളും അടിച്ച് ആ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, കൂടപ്പിറപ്പേ, മാതാവേ, പിതാവേ, അഭിഷക്തനെ, ഇന്ന് രാത്രി അവൻ കൂട്ടത്തിനിടയിൽ ഇരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. മൊബൈൽ സ്ക്രീൻ മുന്നിൽ ആമേൻ അതിന്റെ ആമേൻ മുമ്പിൽ ഒറ്റയ്ക്കിരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നീ ഒറ്റയ്ക്കാണോ മൊബൈൽ സ്ക്രീനിന്റെ മുമ്പിൽ ആമേൻ ഇരിക്കുന്നത്? ഹല്ലേലൂയ. ആമേൻ ആ മൊബൈൽ സ്ക്രീനിന്റെ മുമ്പിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ടോ ഒരാൾ എങ്കിലും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കാം, ഹല്ലേലൂയ, എന്നെ ആരും ആമേൻ ആർക്കും വേണ്ട. ഹല്ലേലൂയ. ആമേൻ, എന്നെ ആർക്കും വേണ്ട. എല്ലാവരും എന്നെ മറക്കുകയാ, എല്ലാവരും എന്നെ കൈവിടുകയാ. എനിക്ക് ഇനി എന്ത് വിലയുണ്ട്? ഹല്ലേലൂയ. ആമേൻ, എനിക്കിനി എന്ത് വിലയുണ്ട്? ആമേൻ, ആ ചോദ്യത്തിന്റെ ഭാരം ആമേൻ അറിയാം. ആമേൻ, അങ്ങനെ ആ ഭാരം ആമേൻ ചുമന്നുകൊണ്ടായിരിക്കാം ഇന്ന് രാത്രി ഒരുപക്ഷെ ഈ സ്ക്രീനിന്റെ മുമ്പിൽ ആമേൻ നിങ്ങൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ, ആ ചോദ്യത്തിന്റെ ആ ഭാരം, ആ തഴയപ്പെട്ടതിന്റെ മുറിവ് ആമേൻ കാണാനാവില്ല. പക്ഷേ അതിന്റെ വേദന ആത്മാവിൽ കുത്തും. ഹല്ലേലൂയ. ആത്മാവിൽ അതിന്റെ ആ അസ്വസ്ഥത ഇന്ന് രാത്രിയിലും ആമേൻ കത്തും. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് സ്വർഗം നിന്നോട് പറയുന്ന വാക്കിതാണ്, നീ തഴഞ്ഞവനല്ല, നീ തിരഞ്ഞെടുത്തവനാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. സഹോദരങ്ങളാൽ തഴയപ്പെട്ടവൻ. ആമേൻ. ഹല്ലേലൂയ.
അപ്പൻ മറന്നുപോയവൻ. ഹല്ലേലൂയ. ആമേൻ. തിരുവചനം നാം പരിശോധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. അത് പലർക്കും ആവർത്തനമായി തോന്നാം. ദാവീദിനെ അപ്പൻ മറന്ന്. ഹല്ലേലൂയ. യോസേഫിനെ സഹോദരങ്ങൾ തടഞ്ഞു. ഹല്ലേലൂയ. പക്ഷേ സ്വർഗം തടഞ്ഞില്ല. സ്വർഗം തടഞ്ഞില്ല. പലരും തടഞ്ഞേക്കാം, പലരും മറന്നേക്കാം. എന്നാൽ മറക്കാത്ത തടയാത്ത ഒരു നല്ല അപ്പൻ ഇന്ന് രാത്രിയുണ്ട്. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായം 9-ാം വാക്യം ആമേൻ ഇന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം. ആമേൻ. പത്രോസിന്റെ 1-ാം ലേഖനം 9-ാം വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നിരാശപ്പെട്ട്, വേദനപ്പെട്ട്, സങ്കടപ്പെട്ട്, പ്രത്യാശ ആമേൻ നഷ്ടപ്പെട്ട് കർത്താവിന്റെ മടങ്ങിവരവിനായി നോക്കി ഇരിക്കുന്ന ചില ജീവിതങ്ങൾ, ചില ആഴത്തിലുള്ള മുറിവുകൾ പേറി ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരെ കണ്ട് ഇന്ന് രാത്രി ഇടപെടുകയാണ്. ആമേൻ. നിങ്ങൾ അത് തിരഞ്ഞെടുത്ത വംശമാണ്. ആമേൻ. നിങ്ങളെ തിരഞ്ഞെടുത്ത ആമേൻ ഒരു രാജകീയ പൗരോഹിത്യം. ആമേൻ. ഹല്ലേലൂയ. അതെ, നിങ്ങളുടെ മേളിൽ ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ വിശുദ്ധ ജാതിയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, തിരഞ്ഞെടുത്ത. ആമേൻ. ഹല്ലേലൂയ. ലോകം നിന്നെ അവഗണിച്ചേക്കാം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഭർത്താവ് ഒരുപക്ഷെ അവഗണിക്കാം. ആമേൻ. ഭാര്യ ഒരുപക്ഷെ അവഗണിക്കാം. ആമേൻ. മക്കൾ ഒരുപക്ഷെ അവഗണിക്കാം. ആമേൻ. അപ്പൻ അമ്മമാർ അവഗണിക്കാം. ആമേൻ. സഹോദരങ്ങൾ കൂടപ്പർ അവഗണിക്കാം. ഹല്ലേലൂയ. ആമേൻ. അവഗണിച്ചേക്കാം. ആമേൻ. നിന്നെ മനസ്സിലാക്കാതെ ആമേൻ അതെ നിന്റെ മുഖത്തു നോക്കി അല്ലെങ്കിൽ മാറി നിന്ന് ആമേൻ വിധി പറയാം. ഹല്ലേലൂയ. ഇനി നന്നാകത്തില്ലെന്ന്, ഇനി ശരിയാകത്തില്ലെന്ന്, ആമേൻ ഇനി രക്ഷപ്പെടത്തില്ലെന്ന്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി നിന്റെ പരാജയങ്ങളെ മാത്രം കണ്ട് ആമേൻ അതെ വിലയിരുത്തുന്നവരുണ്ടാകാം. പക്ഷേ ദൈവം നിന്റെ പുറത്തുള്ള രൂപം നോക്കിയല്ല തിരഞ്ഞെടുത്തത്, അവൻ നിന്റെ ഹൃദയം കണ്ടിട്ടാണ്. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ നിലവാരങ്ങളെ മനസ്സിലാക്കാൻ ആരും തയ്യാറാകാതെ എല്ലാവരാലും നീ തടയപ്പെട്ട് ഒതുക്കപ്പെടുമ്പോ, മാറ്റി നിർത്തുമ്പോ, വിധിച്ചു തള്ളുമ്പോ ആമേൻ നിന്നെ ചേർത്ത് നിർത്തി ആമേൻ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിലെ നിലവുകളെ മനസ്സിലാക്കി നിന്നെ ഉയർത്തുന്ന ഒരു നല്ല നാഥന്റെ സാന്നിധ്യം ഇന്ന് രാത്രി റൂമിനകത്ത് വെളിപ്പെടുകയാ. ആ കടക്കൈ ആയിരിക്കുന്ന നിന്റെ ജീവിതത്തിന്റെ വെളിപ്പെടുകയാ. ഹല്ലേലൂയ. ആ രോഗാവസ്ഥയിൽ ആമേൻ നിന്നെ തടഞ്ഞില്ലേ? ഹല്ലേലൂയ. ആമേൻ. അതെ, നിന്നതായ ആ വേദന അവസ്ഥയിൽ നിന്നെ തടഞ്ഞില്ലേ? ഹല്ലേലൂയ. നിന്റെ പരാജയങ്ങളെ മാത്രം കണ്ട് വിലയിരുത്തുന്നവരുണ്ടാകാം. ഹല്ലേലൂയ. ആമേൻ. തീർച്ചയായും ആമേൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആമേൻ ഈ വചന ശുശ്രൂഷയ്ക്ക് ശേഷം ആമേൻ ഇന്ന് രാത്രി പ്രാർത്ഥന ആവശ്യപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. നിന്റെ പരാജയങ്ങളെ മാത്രം കണ്ട് ആമേൻ വിലയിരുത്തുന്നവനല്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവം നിന്റെ പുറത്തുള്ള രൂപം നോക്കിയല്ല തെരഞ്ഞെടുത്തത്, അവൻ നിന്റെ ഹൃദയം കണ്ട. ഹല്ലേലൂയ. ആമേൻ. ശൗമേലിന്റെ 1-ാം പുസ്തകം ആമേൻ 16-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. ഹല്ലേലൂയ. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, സ്തോത്രം. വായിച്ചാട്ടെ. ഹല്ലേലൂയ. 1 ശൗമേൽ ആമേൻ 16-ാം അധ്യായം 7-ാം വാക്യം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്.
മനുഷ്യൻ പുറത്തുള്ള രൂപം നോക്കും, ഹല്ലേലൂയ. കർത്താവോ ഹൃദയം നോക്കുന്നവനാണ്, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ചില പ്രാർത്ഥന വിഷയങ്ങളൊക്കെ ചിലര് ആമേൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹല്ലേലൂയ. നിന്നെ പുറമേ വിലയിരുത്തി ആമേൻ ഒഴിവാക്കുമ്പോൾ, നിന്നെ അവോയ്ഡ് ചെയ്യുമ്പോൾ, ആമേൻ നിന്റെ ഉള്ളറകളിലെ രഹസ്യങ്ങളെ അറിയുന്ന ദൈവം നിന്റെ കുറവുകളെ ചൂണ്ടിക്കാണിച്ച ആ കുറവുകളിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിച്ച നിന്നെ ചേർത്ത് നിർത്തുന്ന ഒരു അപ്പനാണ്. ആമേൻ. അതെ, മനുഷ്യൻ പുറത്തുള്ള രൂപം നോക്കും, കർത്താവോ ഹൃദയം നോക്കും, ഹല്ലേലൂയ. ആമേൻ. നാം ആമേൻ വളരെ ആമേൻ ബൈബിളിൽ നമുക്ക് ആമേൻ അതെ പരിചയമുള്ള ഒരു കഥാപാത്രമാണ് ദാവീദ്, ഹല്ലേലൂയ. ദാവീദിനെ വീട്ടുകാർ മറന്നു പോയപ്പോൾ പോലും ദൈവം അവനെ കണ്ടു, ഹല്ലേലൂയ. മറ്റുള്ളവർ എണ്ണത്തിൽ കൂട്ടാത്തവനെ ദൈവം രാജാവാക്കി, ഹല്ലേലൂയ. ഇന്ന് നീ മറക്കപ്പെട്ടവനായി തോന്നുന്നുവെങ്കിൽ ദൈവത്തിന്റെ എണ്ണത്തിൽ നീ ആദ്യനാണ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ പലരാലും നീ അവോയ്ഡ് ചെയ്യപ്പെടുമ്പോ ഒരു പക്ഷേ നിന്റെ ജീവിതത്തിൽ ആമേൻ ഇന്ന് ഈ ആമേൻ ക്യാമറയുടെ മുമ്പിൽ, ഹല്ലേലൂയ, ഈ സ്ക്രീനിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ നീ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കി ഇടപെടുകയാ, ഹല്ലേലൂയ. ആമേൻ. അതെ, മറ്റുള്ളവർ എണ്ണത്തിൽ കൂട്ടാത്തവനെ ദൈവം രാജാവാക്കിയെന്ന്, ഹല്ലേലൂയ. നോക്കണേ, ദാവീദിന്റെ വീട്ടുകാർ, ഹല്ലേലൂയ, ദാവീദിനെ ആമേൻ അറിയാവുന്ന സഹോദരങ്ങളും അപ്പനും ഒക്കെ ആമേൻ അതെ ഒരു ആമേൻ അതെ വിരുന്നിൽ പങ്കാളികളാകുമ്പോൾ, ഹല്ലേലൂയ, ഇളയവനെ കൂടെ ആമേൻ നമുക്ക് വിളിക്കണം എന്ന് ആരും പറഞ്ഞില്ല കേട്ടോ. ഇന്ന് രാത്രി ആമേൻ ഭവനത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ നിന്നെ മറന്നേക്കാം, നിന്നെ ക്ഷണിക്കാതിരുന്നേക്കാം. എന്നാൽ ഇന്ന് രാത്രി ആരെല്ലാം നിന്നെ മറന്നാലും, ആരെല്ലാം നിന്നെ തള്ളിയാലും, ആരെല്ലാം നിന്നെ അവഹേളന ചെയ്താലും നിന്നെ വിളിക്കുന്ന ഒരു സ്വർഗമുണ്ട്, നിന്നെ തെരഞ്ഞെടുത്ത ഒരു സ്വർഗമുണ്ട്, നിന്നെ അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, ഹല്ലേലൂയ. ആമേൻ. ദൈവം അവനെ കണ്ടു. ഇന്ന് രാത്രി നിന്നെ കാണുന്ന ആമേൻ ഒരു കണ്ണ്, ഹല്ലേലൂയ. ആമേൻ. മറ്റുള്ളവർ എണ്ണത്തിൽ കൂട്ടാത്തവനെ ദൈവം രാജാവാക്കി. ആമേൻ. ഇന്ന് നീ മറയ്ക്കപ്പെട്ടവനായി തോന്നുന്നുവെങ്കിൽ ദൈവത്തിന്റെ എണ്ണത്തിൽ നീ ആദ്യനാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം. ആമേൻ. ഇപ്രകാരം അരുമനാഥൻ പറഞ്ഞു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, ഹല്ലേലൂയ. ആമേൻ. അതെ, ഇന്ന് രാത്രി ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആയിരിക്കുന്ന ജീവിതങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിലൂടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, ഫലം നിലനിൽക്കേണ്ടതിനും, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചു നിങ്ങളെ ആക്കി വെച്ചു ഇരിക്കുന്നു, ഹല്ലേലൂയ. ആമേൻ. നിന്റെ ജീവിതം ഒരു അപകടമല്ല കേട്ടോ, ഹല്ലേലൂയ. ഓ, ഇനി അധിക കാലം ഇങ്ങനെ മുമ്പോട്ട് പോകത്തില്ല, എവിടെയെങ്കിലും ഞാൻ വീണു പോകും, എവിടെയെങ്കിലും ആമേൻ ഞാൻ സ്റ്റില്ലായി പോകും. ആമേൻ. എന്റെ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാ. എന്നെ ചേർത്ത് നിർത്തേണ്ടവ, എന്നെ ആമേൻ മനസ്സിലാക്കേണ്ടവ എന്നെ കുറ്റം പറഞ്ഞ് ഒഴിവാക്കുകയാ, ആമേൻ എന്നെ വിമർശിച്ച് ഒഴിവാക്കുകയാ, എന്നെ തഴയുകയാ, എന്നെ അകറ്റുകയാ. എന്നാൽ ഇന്ന് രാത്രി സ്വർഗം പറയുക, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാ. അതുകൊണ്ട് ഈ പ്രതികൂലത്തിന്റെ നടുവിലും, ഈ പ്രതിസന്ധിയുടെ നടുവിലും, ഈ ആമേൻ അതെ ഏകാന്തതയുടെ നടുവിലും, ഹല്ലേലൂയ, അതെ നിൽക്കുവാനിടയാകുന്നത്, ഹല്ലേലൂയ. കാരണം ആമേൻ നിങ്ങൾ ഫലം കായ്ക്കാൻ ആമേൻ നിർത്തിയിരിക്കുന്നത്, ഹല്ലേലൂയ. ആമേൻ. നിന്റെ ജനനം ഒരു തെറ്റല്ല കേട്ടോ. ആമേൻ. എന്തിനാ ഇങ്ങനെ ജനിച്ച്, എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം, ഹല്ലേലൂയ.
നിന്റെ നിലനിൽപ്പ് ഒരു യാദൃച്ഛികതയല്ല. നീ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പേ തന്നെ ദൈവത്തിന്റെ ഹൃദയത്തിൽ നീ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പലപ്പോഴായി നാം വായിച്ച് കേട്ട തിരുവചനം ഇന്ന് രാത്രിയിലും വീണ്ടും ആവർത്തിക്കുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം. ആമേൻ. ഗർഭപാത്രത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു. അവിടെ നീ രൂപപ്പെടുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു. ഹല്ലേലൂയ. Glory to God. Amen. നിന്റെ ഭർത്താവ് നിന്നെ അറിഞ്ഞത് എപ്പോഴാ? ആമേൻ. നീ ഇങ്ങനെ ഒരാളായി മുമ്പിൽ നിന്നപ്പോഴല്ലേ? ഹല്ലേലൂയ. ആമേൻ. നിന്നെ കാണാൻ വേണ്ടി വന്ന് ആമേൻ നിന്നെ കുറിച്ച് ആരോ പറഞ്ഞ് കേട്ട് അപ്പോഴല്ലേ ആമേൻ നിന്നെ കണ്ടത്? അപ്പോഴല്ലേ നിന്നെ ഇഷ്ടപ്പെട്ടത്? അപ്പോഴല്ലേ നിന്നെ മനസ്സിലാക്കിയത്? ആമേൻ. ദിവസങ്ങൾ കഴിഞ്ഞ തോറും ആമേൻ അതെ ബന്ധങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ലോകത്തിന്റെ സിസ്റ്റമാണ്. എന്നാൽ ദിവസങ്ങൾ അടുക്കും തോറും പ്രാണപ്രിയനോട് നമ്മളെ അടുപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. ആമേൻ. അതേ നമ്മുടെ കുറവുകളെ നികത്തി ആമേൻ നമ്മെ നിത്യതയോട് അടുപ്പിക്കുന്ന ദൈവവചനത്തിന്റെ ആ ശക്തി ഇന്ന് രാത്രി ചില ജീവിതങ്ങളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലരെ മാനസാന്തരത്തിലേക്ക്, ചിലരെ അനുതാപത്തിലേക്ക്, ചിലരെ ആ ഭയത്തിന്റെ ആത്മാവിൽ നിന്ന് ഹല്ലേലൂയ പുറത്ത് കൊണ്ടുവരുന്ന രാത്രി, ചിലരെ ആമേൻ ആ ദുഷ്ടാത്മ ആമേൻ ശക്തിക്കകത്ത് നിന്ന് പുറത്തെടുക്കുന്ന രാത്രി. ഹല്ലേലൂയ. ആമേൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു. ഹല്ലേലൂയ. ഗർഭത്തിൽ നിന്നെ രൂപപ്പെടുത്തുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഹല്ലേലൂയ. എത്ര അത്ഭുതകരമാണ്. ആമേൻ. നിന്റെ വീഴ്ചകൾ അറിഞ്ഞു. ആമേൻ. നിന്റെ ദൗർബല്യങ്ങൾ അറിഞ്ഞു. നിന്റെ പിഴവുകൾ അറിഞ്ഞു. അവൻ നിന്നെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഇങ്ങനെ എല്ലാം മുൻകൂട്ടി അറിഞ്ഞ് തിരഞ്ഞെടുത്ത ഒരു നല്ല പിതാവ്, ഒരു നല്ല അപ്പൻ ആമേൻ ഉലകത്തിൽ ആമേൻ നമ്മെ സംരക്ഷിക്കുവാൻ ആമേൻ ഉണ്ടായെന്ന് അറിവുള്ള ഒരു ദൈവ പൈതലിന് ഭയപ്പെടേണ്ട കാര്യമില്ല. ആമേൻ. കാരണം അവൻ നിന്നെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഇത് കരുണയാണ്, ഇത് കൃപയാണ്, ഇത് വിളിയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു കണ്ണിനും കനുവ് തോന്നാതിരിക്കുമ്പോ കരുണാമയന്റെ ആ കരുണ ഇന്ന് രാത്രി ചിലരുടെ മേൽ അതേ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ആ കൃപ ചിലരുടെ ജീവിതത്തിൽ പ്രകടമാകുകയാണ്. ആമേൻ. ചിലരുടെ കാതുകളിൽ അവിടുത്തെ വിളി മുഴങ്ങുകയാണ്. ആമേൻ. തടയപ്പെട്ടവന്റെ ഹൃദയം ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ ആമേൻ അതേ പ്രവർത്തിക്കുവാനുള്ള വേദിയായി, അവസരമായി, ചിലപ്പോൾ മനുഷ്യരുടെ നിരസിക്കൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ വാതിലായി ആമേൻ മാറുകയാണ്. ആമേൻ. സങ്കീർത്തനം 118:22. ആമേൻ. ഇന്ന് രാത്രി ചില ജീവിതങ്ങളോട് ആമേൻ പരിശുദ്ധാത്മാവ് അതേ വചനത്തിലൂടെ ഇടപെടുകയാണ്. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യരുടെ നിരസിക്കൽ ആമേൻ അതേ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ആമേൻ വാതിലുകളായി മാറുകയാണ്. വായിച്ചാട്ട് ആമേൻ 118:22. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർത്തിരിക്കുന്നു. ആമേൻ. നിർമ്മാതാക്കൾ തള്ളിയ കല്ല് ആമേൻ മൂലക്കല്ലായി. ഹല്ലേലൂയ. യേശുവിനെ മനുഷ്യർ തള്ളികട്ടോ, യേശുവിനെ സ്വന്തക്കാർ തള്ളികട്ടോ, യേശുവിനെ ലോകം തള്ളികട്ടോ. പക്ഷേ ആമേൻ തള്ളിയവനെ മൂലക്കല്ലാക്കി മാറ്റിയ ആമേൻ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ചില ജീവിതങ്ങളിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. ആമേൻ. നീ തള്ളപ്പെട്ട കല്ലായി തോന്നുന്നുവെങ്കിൽ
ഹല്ലേലൂയ. അതെ, യേശു രക്ഷയുടെ അടിസ്ഥാനമായി. ആമേൻ. യേശുവിനെ മനുഷ്യർ തള്ളി, പക്ഷേ അതേ യേശു രക്ഷയുടെ അടിസ്ഥാനമായി മാറി. ഇന്ന് നീ തള്ളപ്പെട്ട കല്ലായി തോന്നുന്നുവെങ്കിൽ ദൈവം നിന്നെ മൂല കല്ലാക്കാൻ തയ്യാറെടുക്കുന്നു. ഹല്ലേലൂയ. ചില ജീവിതങ്ങളിലൂടെ ആമേൻ പ്രശ്നങ്ങൾക്ക് ആമേൻ പരിഹാരം നിന്നിലൂടെ ദൈവം ചെയ്തെടുക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. പ്രവചനാത്മാവിൽ ഇന്ന് രാത്രി ചിലരോട് ദൈവം ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി ആത്മാവിൽ ചിലത് പറയുവാൻ ദൈവാത്മാവിനെ നിയോഗിക്കുന്നു. ആമേൻ. നീ പരാജയത്തിന്റെ അടയാളമല്ല, നീ കൃപയുടെ അടയാളമാണ്. നീ ഉപേക്ഷിക്കപ്പെട്ടവനല്ല, ആമേൻ, വിളിക്കപ്പെട്ടവൻ. നിന്റെ കണ്ണീർ വെറുതെയല്ല, നിന്റെ കാത്തിരിപ്പ് വെറുതെയല്ല. നിന്റെ മുറിവുകൾ പോലും ദൈവത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഓ ഷാൽക്കാര സംധേരേ ഖെരേസി ചുഡബബബ രഗദനഗ സംധേരേ ദിഗൽകമനഗസ്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ മുൻകൂട്ടി നിയമിച്ചവരെ. ഹല്ലേലൂയ. വായിച്ചാൽ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ആമേൻ. അവൻ മുൻകൂട്ടി നിയമിച്ചവരെ ഹല്ലേലൂയ വിളിച്ചും നീതീകരിച്ചും ആമേൻ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവം നിന്നെ പാതി വഴിയിൽ വിടുന്നില്ല കേട്ടോ. ഹല്ലേലൂയ. അവൻ ആരംഭിച്ചതിനെ പൂർത്തിയാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ, ആമേൻ, നിന്നിലൂടെ ദൈവം എന്തെങ്കിലും ആമേൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, അത് പാതി വഴിയിൽ അവസാനിപ്പിക്കുന്ന ദൈവമല്ല. അത് നിന്റെ കുടുംബജീവിതമാകട്ടെ, അത് നിന്റെ ജോലിയാകട്ടെ, അത് നിന്റെ വിദ്യാഭ്യാസമാകട്ടെ, അത് നിന്റെ ശുശ്രൂഷയാകട്ടെ. ആമേൻ. കൈപ്പത്തി പോലൊരു മേഘം ഒരു വലിയ മഴയായി ഹല്ലേലൂയ ആമേൻ വെളിപ്പെട്ടെങ്കിൽ, ആമേൻ, ചെറിയ സൗഖ്യം ആമേൻ നിന്റെ ശരീരത്തിൽ നീ അനുഭവിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ചെറിയൊരു ആശ്വാസം നിന്റെ ജീവിതത്തിൽ ആമേൻ നീ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ടോ? അത് വലിയ ദൈവ പ്രവൃത്തിയായി വെളിപ്പെടുന്ന രാത്രിയാ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഇന്ന് നീ എന്താ വിശ്വസിക്കുന്നത്? ഇന്ന് നീ എന്താ കേട്ടുകൊണ്ടിരിക്കുന്നത്? മനുഷ്യരുടെ വാക്കുകളോ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനമോ? മനുഷ്യർ പറഞ്ഞു നിനക്ക് വിലയില്ല. ദൈവം പറയുന്നു നീ എന്റെ സ്വന്തമാണ്. ആമേൻ. ഇന്ന് രാത്രി സുചിത്രായ ദൈവം പറയുന്നു, ആമേൻ, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43:1. ഹല്ലേലൂയ. ആമേൻ. സുചിത്രായസിനോട് മാത്രമല്ല, ഇന്ന് രാത്രി ആമേൻ ആവശ്യഭാരത്തോടായിരിക്കുന്ന ചില ജീവിതങ്ങളോട് ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. വായിച്ചാൽ ഇപ്പോഴോ യാക്കോബേ, ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്ത്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. ഓ, നീ എനിക്കുള്ളവൻ തന്നെ. നിന്നെ പേർ ചൊല്ലി വിളിക്കേണ്ടവൻ, ആമേൻ, പേര് വിളിച്ച് ആക്ഷേപിച്ച് ആമേൻ നിന്നെ തടഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോ, ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ കണ്ട സ്വർഗം ഇന്ന് രാത്രി നിന്നെ ചേർത്ത് നിർത്തി പറയുകയാണ്, ആമേൻ, നീ എനിക്കുള്ളവനാ, ഭയപ്പെടേണ്ടെന്ന്, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. ഞാൻ ആമേൻ നിന്നെ എന്റെ നാമത്തിൽ വിളിച്ചിരിക്കുകയാ, നീ എന്റേതാ. ഹല്ലേലൂയ. ശരകപപ ശംപേദകേ അൽകുറാസിയാനാഥനേകേ. ഇന്ന് രാത്രി ആ വചനം നിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കൂ. നീ തടഞ്ഞവനല്ല. ലോകം നിന്നെ തടയാം, നേതാക്കന്മാർ നിന്നെ തടയാം, ഉറ്റവരും ഉടയവരും നിന്നെ തടയാം, നിന്റെ ഇന്നലകളിലെ നെഗറ്റീവിനെ ഉയർത്തിക്കാട്ടി ആമേൻ നിന്നെ ഒഴിവാക്കാം.
ആമേൻ. പ്രമാണം അറിയുന്നവർ ആമേൻ നിന്റെ നെഗറ്റീവിനെ മനസ്സിലാക്കി ആമേൻ കല്ലുകൾ എടുത്ത് എറിഞ്ഞ് കൽക്കൂമ്പാരത്തിനകത്ത് നിന്നെ ഒതുക്കാൻ നോക്കാം. എന്നാൽ ആമേൻ അതിന്റെ മുമ്പിലും ഇടപെടുന്ന ഒരു സ്വർഗമുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തു. നീ എന്റേതാകുന്നു. നീ തടഞ്ഞവരല്ല, അമ്മ തിരഞ്ഞെടുത്തവൻ. നീ ഒറ്റപ്പെട്ടവരല്ല, വിളിക്കപ്പെട്ടവരല്ല. നിന്റെ കഥ അവസാനിച്ചിട്ടില്ല. ഇത് ദൈവത്തിന്റെ പദ്ധതിയുടെ തുടക്കമാണ്. ഇന്ന് രാത്രി ഈ സ്ക്രീനിൽ മുമ്പിൽ ഇരിക്കുവാൻ അതെ ഒരവസരം ദൈവം നൽകിയോ? ഹല്ലേലൂയ. അത് തടഞ്ഞതിന്റെ വേദന ദൈവത്തിന്റെ അടുത്തിരിപ്പ. ഹല്ലേലൂയ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, പ്രിയ കൂടപ്പിറപ്പേ, മാതാവേ, പിതാവേ, തടയപ്പെടുന്നത് വേദനയാണ്. നിരസിക്കപ്പെടുന്നത് ആത്മാവിനെ തകർക്കും. നമ്മളിൽ പലർക്കും അത് തുറന്നു പറയാൻ പോലും പറ്റാത്ത മുറിവാണ്. ഒരു സന്ദേശത്തിന് മറുപടി വരാത്തപ്പോൾ, ഒരു ബന്ധം അപ്രതീക്ഷിതമായി അവസാനിക്കുമ്പോൾ, അതെ വിശ്വസിച്ചവൻ അവൻ തിരിഞ്ഞു നിന്നപ്പോൾ ഹൃദയം അകത്ത് പൊട്ടുന്ന പോലെ. ഹല്ലേലൂയ. ഓ, ഇനി എന്തിന് ജീവിക്കുന്നു എന്ന് ചിന്തിച്ച ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന് ചിന്തിക്കുന്ന ആ നിമിഷം. ഹല്ലേലൂയ. രാത്രി ഇന്നത്തെ വചനം കേൾക്കൂ. സങ്കീർത്തനം 34:18. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവനെ അവിടുന്ന് രക്ഷിക്കുന്നവൻ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹൃദയം അവൻ തകർന്നവർക്ക് അവൻ കർത്താവ് അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. മനസ്സ് തകർന്നവരെ ആമേൻ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത് ആത്മാവിൽ ദരിദ്രരായവരെ ഞാൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. പാടാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആരാധിക്കാൻ പറ്റുന്നില്ല, സ്തുതിക്കാൻ പറ്റുന്നില്ല. ആമേൻ. വല്ലാത്ത പരവേശം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ സങ്കേതമാണ്, ബലമാണ്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ഇന്ന് രാത്രി നീ കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ? ആമേൻ. നിന്റെ ഭർത്താവ് അരികിലില്ലായിരിക്കാം, നിന്റെ ഭാര്യ അടുത്തില്ലായിരിക്കാം, നിന്റെ മക്കൾ അടുത്തില്ലായിരിക്കാം, നിന്റെ അപ്പനോ അമ്മയോ അടുത്തില്ലായിരിക്കാം, നിന്റെ ഉറ്റവരും ഉടയവരും അടുത്തില്ലായിരിക്കാം. എന്നാൽ ഈ കഷ്ടതയിൽ, ഈ വേദനയിൽ, ഈ പ്രതികൂലത്തിൽ, ഈ ഇരുളിന്റെ ആമേൻ മറവിൽ നിന്നെ തകർക്കുവാൻ ദുഷ്ടൻ ഊടാടി സഞ്ചരിക്കുമ്പോൾ ദുഷ്ടന് നിന്നെ വിട്ടുകൊടുക്കാതെ ആമേൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ അരികിലേക്ക് വന്ന് നിന്നെ മാർവോട് ചേർത്ത് പിടിക്കുന്ന ഒരപ്പന്റെ സ്നേഹം. ആ അപ്പന്റെ സാന്നിധ്യം. ഇന്ന് രാത്രി കരയുന്ന ജീവിതമേ, വേദനിക്കുന്ന ഹൃദയമേ, ഇന്ന് രാത്രി അവൻ നിന്നെ കാണുന്നുണ്ട്. അവൻ നിന്നെ മറന്നിട്ടില്ല. ഹൃദയം തകർന്നവരെ ദൈവം കുറ്റപ്പെടുത്തുന്നില്ല. ഒരു പക്ഷേ ജോലി ചെയ്ത് ക്ഷീണിച്ചു വന്ന നിന്നെ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ആ ഭവനത്തിലെ ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന നിന്നെ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാകാം. എന്നാൽ ആമേൻ, ഹൃദയം തകർന്നിരിക്കുന്നവരെ ദൈവം കുറ്റപ്പെടുത്തുന്നില്ല, അവരെ ഒഴിവാക്കുന്നില്ല, അവരെ ശാസിക്കുന്നില്ല. അവൻ അടുത്തിരിക്കുന്നു. ഇന്ന് രാത്രി ആമേൻ കണ്ണുനീർ കൊണ്ട് നില തലങ്ങണ നീ ആമേൻ നനയ്ക്കുമ്പോ കണ്ണുനീരിനെ തുരുത്തിയിൽ ഒപ്പിയെടുത്ത് ആമേൻ ഹല്ലേലൂയ മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. നീ തകർന്നിരിക്കുമ്പോൾ ദൈവം അകന്നു നിൽക്കുന്നില്ല, അവൻ കൂടുതൽ അടുത്ത് വരുന്നു. വേദനയോടെ ആമേൻ ഹല്ലേലൂയ ആമേൻ അതേ സങ്കടത്തോടെ ഇന്ന് രാത്രി ആമേൻ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. അവൻ
കൂടുതൽ അടുത്തു വരുന്നു. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, എനിക്കിങ്ങനെ സംഭവിച്ചതിനാൽ ദൈവം എന്നെ കൈവിട്ടു, ദൈവം എന്നെ മറന്നുപോയി, ദൈവം എന്നെ വിട്ടേച്ചു പോയി, ദൈവം എന്നെ മനസ്സിലാക്കുന്നില്ല, ദൈവം എന്നെ അറിയുന്നില്ല. ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുള്ള ഒരു വരി പാടട്ടെ. ഞാൻ ജീവനോടിരിക്കുന്നതും കൃപയേ, ദൈവ കൃപയേ. ഞാൻ തകർന്നു പോവാനും കൃപയേ, ദൈവ കൃപയേ. എന്റെ ജീവിതാനുഭവത്തിലൂടെയാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്കിങ്ങനെ സംഭവിച്ചതിനാൽ ദൈവം എന്നെ വിട്ടുപോയി എന്ന് ഞാനും എന്ത് ചെയ്തിട്ടുണ്ട്, ആമേൻ, ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അഗതസമനയിൽ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് എടുത്ത് നീക്കണമേ അല്ല, ആമേൻ, മാനുഷികമായി ആമേൻ വരാൻ പോകുന്ന ആ വിപത്തുകളെ കണ്ട് ആമേൻ ചിന്തിച്ച് പറഞ്ഞപ്പോ, ആമേൻ, വരാൻ പോകുന്ന മഹത്വത്തെ ആത്മാവ് വെളിപ്പെടുത്തി കാണിച്ചപ്പോ പുത്രൻ പറഞ്ഞു, ആമേൻ, പിതാവേ, എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമെന്നിൽ നിറവേറട്ടെ. മുടി നേരത്തേക്കുള്ള നിങ്ങളുടെ കഷ്ടം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം ആമേൻ വായിക്കാം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു, താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളൊരു കൂടെയും വസിക്കുന്നു. അതായത് ദീനഹൃദയന്മാരോട് കൂടെ വസിച്ച അവരുടെ ആത്മാവിനെ ജീവിപ്പിക്കുമെന്നാ ദൈവം പറയുന്നത്. ഹല്ലേലൂയ, ആമേൻ. ഹൃദയത്തിന്റെ അവസ്ഥയെ, ശരീരത്തിൽ രോഗം വന്നാൽ ആമേൻ, അത് മനസ്സിനെ ബാധിക്കും, അത് നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെ അതെന്ത് ചെയ്യും, അല്ലേ? അപ്പൊ ദീനഹൃദയന്മാരോട് കൂടെ വസിച്ച് അവരുടെ ആത്മാവിനെ ജീവിപ്പിക്കുമെന്നാണ് ദൈവം പറയുന്നത്. ഹല്ലേലൂയ, ആമേൻ. ദൈവം ഉയരങ്ങളിൽ മാത്രം വസിക്കുന്നവനല്ല, ആമേൻ. തകർന്ന ഹൃദയത്തിന്റെ ആമേൻ അതെ അരികിലേക്കാണ്, ഹല്ലേലൂയ, ഇടത്താണ് അവന്റെ ആമേൻ സാന്നിധ്യം അതെ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, ആമേൻ. അതെ ദൈവത്തിന്റെ കൃപ ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ, ആമേൻ. തകർച്ച രൂപാന്തരത്തിന്റെ തുടക്കമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, കർഷകർ ഭൂമിയിൽ വിതയ്ക്കുന്ന വിത്ത്, അല്ലെ? ആമേൻ. നമ്മൾ കർഷകർ എല്ലാവരും ആകണമെന്നൊന്നുമില്ല, എന്നാലും നമ്മുടെ വീട്ടിൽ ചിലതൊക്കെ നമ്മൾ കുഴിച്ചു വെച്ച ശീലം ഉണ്ടല്ലോ, അല്ലെ? ഒരു വിത്ത് പൊട്ടാതെ മുളയ്ക്കയില്ല, ആമേൻ. ഒരു മൺപാത്രം ആമേൻ ചുട്ടില്ലെങ്കിൽ ഉറപ്പില്ല, ആമേൻ. ഒരു മനുഷ്യൻ തകർന്നില്ലെങ്കിൽ ദൈവത്തിന്റെ കയ്യിൽ പൂർണ്ണമായി രൂപപ്പെടില്ല, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. എന്തിനാ കർത്താവേ ഈ വേദന? എന്തിനാ കർത്താവേ ഈ പ്രശംസ? എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം, ആമേൻ. ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവ് ലേഖനം എഴുതി, ആമേൻ, രക്ഷിക്കപ്പെട്ടവരാ കേട്ടോ, സ്നാനപ്പെട്ടവരാ കേട്ടോ, ദൈവസഭയുടെ അംഗമാണ് കേട്ടോ. ഹല്ലേലൂയ. പേരിൽ അങ്ങനെയാണെങ്കിലും ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതായിരിക്കുന്ന ആമേൻ അതേ വ്യക്തി ജീവിതങ്ങളെ ആത്മാവ് കണ്ടിട്ട്
ദൈവസഭയ്ക്ക് അതേ ദൂതെഴുതി. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യർ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നമ്മുടെ പുറമെ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചാലും ആമേൻ ഉള്ളിലെ മനുഷ്യൻ ആമേൻ ദിവസേന പുതുക്കപ്പെടുന്നു, ദിനംതോറും പുതുക്കപ്പെടുന്നു. ഹല്ലേലൂയ. നിന്റെ പുറം ജീവിതം തകരുന്ന പോലെ തോന്നാം, പക്ഷേ ഉള്ളിൽ ദൈവം ഒരു പുതുക്കൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി ആത്മാവ് ചില ജീവിതങ്ങളോട് പറയുന്നു, ആമേൻ നിന്റെ തകർച്ച നിന്റെ അവസാനമല്ല. ആമേൻ നിന്റെ ആമേൻ അതേ തഴയൽ, ആമേൻ നിന്നെ ഒഴിവാക്കുന്ന ആ സാഹചര്യങ്ങൾ, ആമേൻ നിന്റെ വിധിയല്ല. ആമേൻ നിന്റെ കണ്ണുനീർ നിന്റെ ദൗർബല്യവുമല്ല. ആമേൻ ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, അവൻ നിന്നെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നും നീ ജീവനോടിരിക്കുന്നത്. സമപ്രായത്തിലുള്ള പലരും നിസാരമായി ആമേൻ ചില പ്രശ്നങ്ങൾ വന്നപ്പോ തകർന്നു പോയില്ലേ? ആ തകർച്ചയ്ക്കകത്ത് ആമേൻ അകപ്പെടാതെ ഇന്നും ജീവനോടിരിക്കുന്നുവെങ്കിൽ ആമേൻ ഒരു കാര്യം മനസ്സിലാക്കണം, ആമേൻ അതേ ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, അവൻ നിന്നെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. സങ്കീർത്തനം 147:3 ഇങ്ങനെ വായിക്കുന്നു, ഹൃദയം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു, അവരുടെ മുറിവുകളെ അവൻ കെട്ടുന്നു. നിന്നെ തകർത്തത് മനുഷ്യരാണ്, നിന്നെ വേദനിപ്പിക്കുന്നത് മനുഷ്യരാണ്, നിന്നെ കുറ്റപ്പെടുത്തുന്നത് മനുഷ്യനാണ്. ആ ഏദനില് ആമേൻ ആദമിനെ കുറ്റപ്പെടുത്തിയത് ആമേൻ അതേ പാമ്പല്ല. ഹല്ലേലൂയ. ഇന്ന് പകലിലും ഈ സമയത്തും ആമേൻ നിന്നെ കുറ്റപ്പെടുത്തുന്ന ചില ജീവിതങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രി ജീവിതങ്ങളോട് ദൈവാത്മാവ് പറയും, ഹൃദയം തകർന്നവരെ വായിച്ചാൽ മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. അമ്മേ നിന്നെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ഇപ്പോൾ തകർന്നിരിക്കുകയാണെങ്കിൽ അതേ ദൈവം നിന്നെ രൂപപ്പെടുത്തുന്ന നിമിഷമായി. നീ ഒറ്റപ്പെട്ടവനല്ല, നീ മറന്നുപോയവനല്ല, നീ ഉപേക്ഷിക്കപ്പെട്ടവനല്ല. ഹൃദയം തകർന്നവർക്ക് കർത്താവ് അടുത്തിരിക്കുന്നു. ഈ രാത്രി അവന്റെ സാന്നിധ്യം എത്ര പേര് അനുഭവിക്കുന്നു? അവൻ നിന്നോട് അടുത്ത് വരികയാണ്. നിന്റെ കഷ്ടത കണ്ട്, നിന്റെ വേദന കണ്ട്, നിന്റെ രോദന കണ്ട് അവൻ നിന്റെ അടുത്തിരിക്കുവാനായി വരികയാണ്. എത്ര പേർ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? വേദനയോടായിരിക്കുന്ന ജീവിതമേ, ആമേൻ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ, ആക്ഷേപങ്ങൾ, ആമേൻ നിന്നെ മനസ്സിലാക്കാതെ ആമേൻ നിന്നോട് ഇടപെടുന്നവർ, ആമേൻ നിനക്ക് വേദന തരുമ്പോൾ ഇന്ന് രാത്രി നിന്റെ അടുത്തൊരുവൻ വരുന്നുണ്ട്. അവൻ നിന്റെ വേദന ചുമക്കുവാനാണ്, അവൻ നിന്റെ വേദന വഹിക്കുവാനാണ്, അവന്റെ സമാധാനം നിനക്ക് നൽകുവാനാണ്. ആമേൻ നിന്റെ വേദന അവന്റെ കൈകളിൽ വെക്കൂ, അവൻ നിന്നെ ഉയർത്തും. എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലരെ മാനസാന്തരത്തിലേക്ക് ദൈവം നയിക്കുകയാണ്. ഹല്ലേലൂയ. മുറിവിൽ നിന്ന് മോചനത്തിലേക്ക് ആമേൻ ചിലരെ നയിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയരെ, തഴയപ്പെട്ടവന്റെ ഹൃദയം ആമേൻ ഒരു വഴിത്തിരിവിലെത്തും. ആ വേദന അവനെ 2 വഴിയിലേക്ക് കൊണ്ടുപോകും. ആമേൻ. ഒരു വഴി കടുപ്പത്തിലേക്ക്, ആമേൻ, അല്ലെങ്കിൽ മാനസാന്തരത്തിലേക്ക്. ഹല്ലേലൂയ. ചിലർ വേദന അനുഭവിച്ച ശേഷം ഹൃദയം അടച്ചിടും. ഇനി ഞാൻ ആരെയും വിശ്വസിക്കില്ല, ഇനി ഞാൻ ആരെയും സ്നേഹിക്കില്ല, എനിക്കാരും വേണ്ട. ഇതാണ്
ആമേൻ ആ കടുപ്പത്തിന്റെ വഴി എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ദൈവം നിന്നെ മറ്റൊരു വഴിയിലേക്ക് വിളിക്കുന്നു, മുറിവുകളിൽ നിന്ന് മോചനത്തിലേക്ക്. ഹല്ലേലൂയ. ആ ശബ്ദം ആര് കാതോർക്കും? ആമേൻ. അവൻ നിന്നെ സ്നേഹിക്കുന്നു കേട്ടോ. അവൻ നിന്റെ അരികിലേക്ക് വരികയാണ് കേട്ടോ. നീ ആ പ്രതികൂലത്തിനകപ്പെട്ട് തകർന്നു പോകേണ്ടവനല്ല. ആമേൻ. നിന്റെ ഹൃദയം കഠിനപ്പെടുത്തേണ്ടവനല്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം, ആമേൻ, അതിന്റെ 7-ാം വാക്യം. ഇന്ന് രാത്രി ചില ജീവിതങ്ങളോട് സ്വർഗം ഇടപെടുകയാണ്. വായിച്ചാട്ടെ. ദുഷ്ടൻ തന്റെ വഴിയെയും ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ചു. നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച യഹോവയിലേക്ക് തിരിയട്ടെ. യഹോവയിലേക്ക് തിരിയട്ടെ. അവൻ അവരോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ. നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ. ധാരാളം ക്ഷമിക്കും. അവൻ ധാരാളം ക്ഷമിക്കും. ദുഷ്ടൻ തന്റെ വഴി ഉപേക്ഷിക്കട്ടെ. അനീതിമാൻ തന്റെ ചിന്തകൾ ഉപേക്ഷിക്കട്ടെ. അവൻ കർത്താവിലേക്ക് തിരിയട്ടെ. അവനോട് അവൻ കരുണ കാണിക്കും. ശ്രദ്ധിക്കൂ, വഴി ഉപേക്ഷിക്കട്ടെ, തിരിയട്ടെ. മാനസാന്തരം എന്നത് ഒരു വികാരം മാത്രമല്ല, ഒരു തിരിഞ്ഞുനോട്ടമാണ്, ഒരു ദിശാമാറ്റമാണ്. അതെ, അത് പാപത്തിൽ നിന്ന് തിരിയലാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അതത്ര മാത്രം എളുപ്പമായ കാര്യമല്ല. ഇന്ന് പലർക്കും ഹല്ലേലൂയ അത് വേണ്ട. ഹല്ലേലൂയ. മാനസാന്തരം, തെറ്റായ തിരിച്ചറിവിൽ നിന്ന് ശരിയായ തിരിച്ചറിവിലേക്കുള്ള തിരിഞ്ഞുനോട്ടം. ഹല്ലേലൂയ. തെറ്റായ തിരിച്ചറിവ്, ആ തടയപ്പെട്ടതിന്റെ വേദന, ആമേൻ, നമ്മളോട് എന്ത് ചെയ്യും? കള്ളം പറയും. ഹല്ലേലൂയ. എന്താ കള്ളം പറയുന്നതെന്നറിയോ? ആമേൻ, നീ വിലയില്ലാത്തവനാ, നിനക്കൊന്നും പറ്റില്ല, നിന്നെ ആരും സ്നേഹിക്കില്ല. ആ ചിന്തകളെ നീ സത്യമായി വിശ്വസിക്കുവാൻ തുടങ്ങുമ്പോൾ അത് ആത്മാവിനെ ബന്ധിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ നിന്റെ ആത്മാവിനെ ബന്ധിപ്പിച്ച് അവൻ നിന്നെ ഉന്മൂലനാശം ചെയ്യുവാൻ തക്കവണ്ണം ആമേൻ തയ്യാറാകുമ്പോ അവന്റെ ചങ്ങലയെ പൊട്ടിച്ച് ഇന്ന് രാത്രി നിന്നെ പുറത്തെടുത്ത് ദൈവിക പദ്ധതിയുടെ ഭാഗമായി ഉയർന്നു വരുവാ നിന്നെ ശക്തീകരിക്കുന്ന ഉൾനട്ട വചനത്തിന്റെ ശക്തി ചില ജീവിതങ്ങളെ ഇന്ന് രാത്രി ദൈവം വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം വേഗത്തിൽ വായിച്ചു. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവി. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. നിങ്ങളുടെ മനസ്സിന്റെ പുതുക്കൽ കൊണ്ട് രൂപാന്തരപ്പെടുവി. മാനസാന്തരം ആദ്യം മനസ്സിലാണ് തുടങ്ങുന്നത്. ഹല്ലേലൂയ. ചിന്ത മാറുമ്പോൾ ജീവിതവും മാറും. ഹല്ലേലൂയ. ആമേൻ. ശരിയായ തിരിച്ചറിവ്. ആമേൻ. ഹല്ലേലൂയ. എന്താ? ഞാൻ വിലയില്ലാത്തവൻ എന്ന ചിന്തയിൽ നിന്ന് ഞാൻ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ് എന്ന സത്യത്തിലേക്ക് തിരിയുക. ഇതാണ് യഥാർത്ഥ മാനസാന്തരം. ആമേൻ. ലോകത്തിൽ ആരും നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല. ഹല്ലേലൂയ. ലോകത്തിൽ നിന്നെ കൊള്ളത്തില്ലെന്ന് ആര് പറഞ്ഞാലും ആമേൻ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ദൈവം നിന്നെ നോക്കി പറയാതിരുന്നാ മതി. ഹല്ലേലൂയ. ആമേൻ. വിലയില്ലാത്തവൻ എന്ന് ലോകം പറയുമ്പോൾ ആ ചിന്തയിൽ നിന്ന് ഞാൻ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്, ആമേൻ എന്ന സത്യത്തിലേക്ക് തിരിയുക. ഇതാണ് യഥാർത്ഥ മാനസാന്തരം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം, അവനെ സ്വീകരിച്ച എല്ലാവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ അവകാശം നൽകി. ഹല്ലേലൂയ. നീ ഉപേക്ഷിക്കപ്പെട്ടവനല്ല, നീ ദൈവത്തിന്റെ മകനാണ്. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ മകളാണ്. ആമേൻ. ആ
ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം, ക്രിസ്തുവിലാകുന്നവൻ പുതിയ സൃഷ്ടി. ഹല്ലേലൂയ. നിന്റെ പഴയ ലേബലുകൾ നിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി പുതിയ സൃഷ്ടിയായി ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ ചിലരെ അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നീ വേദനയിൽ നിന്ന് കടുപ്പത്തിലേക്കോ അല്ലെങ്കിൽ വേദനയിൽ നിന്ന് മോചനത്തിലേക്കോ. ഹല്ലേലൂയ. നിന്നെ വേദനിപ്പിക്കുന്നവരുണ്ടാകാം, നിന്നെ മറന്ന് സംസാരിക്കുന്നവരുണ്ടാകാം, നിന്നെ നീ മനസ്സിലാക്കുന്നത് പോലെ ആമേൻ മറ്റുള്ളവർ നിന്നെ മനസ്സിലാക്കണമെന്നില്ല. ദൈവം നിന്നെ കുറ്റപ്പെടുത്തുവാൻ വിളിക്കുന്നില്ല, അവൻ നിന്നെ ചേർത്ത് പിടിക്കുവാൻ വിളിക്കുന്നു. മനസാന്തരം ശിക്ഷയിലേക്കുള്ള വഴിയല്ല, സ്വാതന്ത്ര്യത്തിലേക്കുള്ള വാതിലാണ്. ഹല്ലേലൂയ. ഇന്ന് നീ തിരിയുമോ ആ തെറ്റായ തിരിച്ചറിവിൽ നിന്ന് ശരിയായ തിരിച്ചറിവിലേക്ക്? ആമേൻ. ഞാൻ തഴഞ്ഞവനെന്ന ആ കള്ളത്തിൽ നിന്ന് ഞാൻ തെരഞ്ഞെടുത്തവനെന്ന സത്യത്തിലേക്ക് ഇപ്പോൾ നിന്നെ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അതേ സത്യത്തിലേക്ക് ഹല്ലേലൂയ ആമേൻ അതേ നയിക്കുകയാണ്. ഇപ്പോൾ തന്നെ ദൈവത്തോട് പറയൂ, കർത്താവേ എന്റെ ചിന്തകളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമേ, ഒന്ന് പുതുക്കണമേ, എന്റെ ഹൃദയത്തെ ഒന്ന് തൊടണമേ, എന്റെ ഹൃദയത്തെ ഒന്ന് സൗഖ്യമാക്കണമേ, എനിക്ക് എന്റെ യഥാർത്ഥ തിരിച്ചറിവ് നൽകണമേ. അവൻ കരുണ കാണിക്കും, അവൻ മുറിവുകൾ സൗഖ്യമാക്കും, അവൻ നിന്നെ പുതുക്കും. നിത്യജീവനിലേക്കുള്ള ആ തെരഞ്ഞെടുത്തവന്റെ ആ സ്നേഹത്തിലുള്ള വിളി, പരമാവധി. ഇതിനപ്പുറത്തൊരു വിളിയില്ല കേട്ടോ, ഇതിനപ്പുറത്തൊരു സ്നേഹമില്ല കേട്ടോ. പ്രിയ സഹോദരങ്ങളെ, പ്രിയ കൂടപ്പുറപ്പേ, പ്രിയ മാതാവേ, പിതാവേ, നീ തെരഞ്ഞെടുത്തവനാണെന്ന് തിരിച്ചറിയുന്നത് വലിയ അനുഗ്രഹമാണ്. പക്ഷേ അതിന്റെ പരമാവധി അർത്ഥം എന്താണെന്ന് അറിയാമോ? അത് നിത്യജീവനിലേക്കുള്ള വിളിയാണ്. ദൈവം നിന്നെ ഭൂമിയിലെ വിജയത്തിനായി മാത്രമല്ല തെരഞ്ഞെടുത്തിരിക്കുന്നത്. നിന്റെ പേര് പ്രശസ്തമാകാൻ മാത്രം ദൈവം നിന്നെ വിളിച്ചിട്ടില്ല. അവൻ നിന്നെ നിത്യജീവനിലേക്കാണ് വിളിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, ദൈവം ലോകത്തെ ഇങ്ങനെ സ്നേഹിച്ചു, തന്റെ ഏകജാതനായ പുത്രനെ നൽകി, അവൻ വിശ്വസിക്കുന്ന ഏവരും ഹല്ലേലൂയ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നശിച്ചു പോകാതെ. ഇന്ന് രാത്രി നീ നശിച്ചു പോകാതിരിക്കുക. മനുഷ്യൻ ഇന്ന് കാണുന്ന ലോകത്തിൽ അവൻ ജീവിച്ചുകൊണ്ടിരിക്കാം, പക്ഷേ ഉള്ളിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം കാണുന്നത് പോലെ അല്ല ലോകം. മനോഹരമായ വീടുകളുണ്ട്, ജോലികളുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പലതുമുണ്ട്, പക്ഷേ ജീവിതങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറമേ നല്ല വസ്ത്രം, നല്ല വീട്, നല്ല കാറ്, നല്ല സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജീവിതങ്ങൾ തകർക്കപ്പെട്ടിരിക്കുകയാണ്. ബന്ധങ്ങൾ തകരാം, പ്രത്യാശ ചോരാം, ഹൃദയം ശൂന്യമാകാം. പക്ഷേ യേശുവിൽ വിശ്വസിക്കുന്നവൻ നശിക്കില്ല. ഹല്ലേലൂയ. നിത്യജീവൻ മരണത്തിന് ശേഷം സ്വർഗത്തിൽ പോകുന്നത് മാത്രമല്ല, അത് ഇപ്പോൾ തന്നെ ആരംഭിക്കുന്ന ജീവനാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം, ആമേൻ സത്യദൈവത്തെയും അവൻ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നതാകുന്നു നിത്യജീവൻ. ഈ വേദനയുടെ നടുവിൽ നീ അറിയുക, ഈ ഒറ്റപ്പെടലിന്റെ നടുവിൽ നീ അറിയുക, ഈ അവഗണനയുടെ നടുവിൽ നീ അറിയുക,
ആമേൻ, ഈ തടയപ്പെട്ടതിന്റെ ആമേൻ നടുവിൽ നീ അറിയുക. അതാണ് രഹസ്യം. നിത്യജീവൻ ഒരു സ്ഥലമല്ല, അതൊരു ബന്ധമാണ്. നീ യേശുവിനെ വ്യക്തിപരമായി അറിയുന്ന നിമിഷം നിത്യജീവൻ ആരംഭിക്കുന്നു. നീ പ്രാർത്ഥിക്കുമ്പോൾ അവൻ കേൾക്കുന്നു എന്ന ഉറപ്പ്, നീ കരയുമ്പോൾ അവൻ അടുത്തിരിക്കുന്നു എന്ന ബോധം, നീ വീഴുമ്പോൾ അവൻ ഉയർത്തുന്നു എന്ന അനുഭവം, ഇതാണ് നിത്യജീവന്റെ അനുഭവം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ നിമിഷമായി നീ യേശുവിനെ സ്വീകരിക്കുന്ന നിമിഷം നീ തഴഞ്ഞവനിൽ നിന്ന് തിരഞ്ഞെടുത്തവനായി മാറുന്നു. നീ നിരസിക്കപ്പെട്ടവനിൽ നിന്ന് ദൈവത്തിന്റെ മകനായി മാറുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:12 അവനെ സ്വീകരിച്ച എല്ലാവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ അവകാശം നൽകി. ഇത് ഒരു മതമാറ്റമല്ല, ഇതൊരു തിരിച്ചറിവ് മാറ്റമാണ്. ആമേൻ. ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക്, ഇരുളടഞ്ഞ നിന്റെ ജീവിതത്തിൽ നിന്ന് ആമേൻ നിത്യമായ പ്രകാശത്തിലേക്ക്. ജീവിതത്തിനൊരു അർത്ഥമുണ്ടെന്ന്, ജീവിതത്തിനൊരു ലക്ഷ്യബോധമുണ്ടെന്ന്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:13 അവൻ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച തന്റെ പ്രിയ പുത്രന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഇരുട്ട് എന്നത് പാപം മാത്രമല്ല, അർത്ഥശൂന്യത, ഹല്ലേലൂയ, നിരാശ, ആ ശൂന്യത, ഭയം, യേശുവിനെ അതിൽ നിന്ന് പുറത്തേക്ക് വിളിക്കുന്നു. ഇന്ന് രാത്രി ആമേൻ ആ ഭയത്തിൽ നിന്ന്, ആ നിരാശയിൽ നിന്ന്, ആ ശൂന്യതയിൽ നിന്ന് നീ ജീവിക്കുകയാണോ, അല്ലെങ്കിൽ വെറും നിലനിൽക്കുകയാണോ? നീ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണോ? നിന്റെ ജീവിതത്തിൽ പ്രത്യാശയുണ്ടോ? നിത്യജീവനെ കുറിച്ച് നിനക്ക് അറിവുണ്ടോ? നിത്യജീവൻ ഒരു ദൂരപ്രതീക്ഷയല്ല, അതിപ്പോൾ തന്നെ ലഭ്യമാണ്. ഇന്ന് നീ ഹൃദയം തുറന്ന് പറയൂ, യേശുവേ, നിന്നെ ഞാൻ സ്വീകരിക്കുന്നു. അവിടെ നിന്നാണ് നിന്റെ ജീവിതത്തിൽ മാറ്റം തുടങ്ങുന്നത്. അവിടെ നിന്നാണ് ജീവൻ തുടങ്ങുന്നത്. അവിടെ നിന്നാണ് നിത്യജീവൻ ആരംഭിക്കുന്നത്. നീ നശിക്കേണ്ടവനല്ല, നീ ജീവിക്കേണ്ടവനാണ്. നീ ഇരുട്ടിൽ തുടരേണ്ടവനല്ല, ആമേൻ, നീ പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവനാ. നീ തഴഞ്ഞവനല്ല, നിത്യജീവനിലേക്ക് തിരഞ്ഞെടുത്തവനാ. എത്ര പേരാണ് പറയുക? എല്ലാ കണ്ണുകളെ വളയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യജീവന്റെ ഉറപ്പിലേക്ക് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ നയിക്കുകയാണ്. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഇന്ന് രാത്രി അവിടുത്തെ ആത്മാവ് ജീവിതങ്ങളോട് ഇടപെടുന്നതിനായി സ്തോത്രം. ഈ രാത്രി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. വാക്കുകൾ കൊണ്ടല്ല, ഹൃദയം കൊണ്ട് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. മറച്ചു വെക്കാതെ, നടിച്ചു കാണിക്കാതെ, സത്യസന്ധമായി കർത്താവെ, തഴയപ്പെട്ട വേദനയുമായി നിൽക്കുന്നവരുണ്ട്. നിരസിക്കപ്പെട്ട ഓർമ്മകളിൽ ഇന്നും കരയുന്നവരുണ്ട്. എനിക്ക് വിലയുണ്ടോ എന്ന് ശക്തമായി ചോദിക്കുന്ന ആത്മാക്കളുണ്ട്. ഈ നിമിഷം അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം അവരെ സ്പർശിക്കട്ടെ. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാകുന്നല്ലോ. ആ വചനം ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകട്ടെ. തകർന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസമാകട്ടെ. അവരുടെ മുറിവുകൾ സൗഖ്യമാകട്ടെ. കണ്ണുനീർ സമാധാനമായി മാറട്ടെ. അനിശ്ചിതത്വം ഉറപ്പായി മാറട്ടെ. പിതാവേ,
തെറ്റായ തിരിച്ചറിവിൽ ജീവിച്ചവരെ മോചിപ്പിക്കണമേ. ഞാൻ വിലയില്ലാത്തവനെന്ന കള്ളം ഇന്ന് തന്നെ പൊളിഞ്ഞു പോകട്ടെ. ഞാൻ അവിടുത്തെ മകൾ, ഞാൻ അവിടുത്തെ മകൾ എന്ന സത്യം അവരുടെ ആത്മാവിൽ ഉറച്ചു നിൽക്കട്ടെ. യേശുവേ, നിന്നെ വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന ഓരോ ഹൃദയത്തിലും നിത്യജീവൻ ഇപ്പോൾ തന്നെ ആരംഭിക്കട്ടെ. അങ്ങയെ സ്വീകരിച്ച എല്ലാവർക്കും അവിടുത്തെ മക്കളാകുവാൻ അവകാശം നൽകിയെന്ന ആ വചനത്തിന്റെ ഉറപ്പ് ഇപ്പോൾ അവരുടെ ഉള്ളിൽ ആമേൻ തെളിയിക്കണമേ. ഇരുട്ടിൽ ആമേൻ നടന്നവരെ, ഇരുട്ടിൽ നിന്നവരെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരണമേ. ഭയത്തിൽ നിന്നവരെ ധൈര്യത്തിലേക്ക്, നിരാശയിൽ നിന്നവരെ പ്രത്യാശയിലേക്ക്. കർത്താവേ, ഈ രാത്രി ഒരവസാനമല്ല, ഒരു പുതിയ തുടക്കമാകട്ടെ. ഞങ്ങളുടെ ജീവിതം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭാവി അവിടുത്തെ പദ്ധതിയിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ആത്മാവ് അവിടുത്തെ സ്നേഹത്തിൽ വിശ്രമിക്കുന്നു. നിത്യജീവൻ ഉറവായ യേശുക്രിസ്തുവിന്റെ മഹത്തായ നാമത്തിൽ ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എനിക്ക് വേണ്ടി, എന്റെ ജോലിക്ക് വേണ്ടി, എന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തി ജീവിതങ്ങളെ അവർ പേർ ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. നിബിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, താൻ വ്യക്തിപരമായി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിലെ പ്രതിസന്ധിക്കകത്ത് നിന്ന് ഇന്ന് രാത്രി ആമേൻ ചേർത്ത് നിർത്തി മാനിക്കുന്നൊരു ദൈവം ആമേൻ ജീവിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടെ പ്രത്യാശയോടെ ജീവിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കും. ഉയരത്തിലെ കൃപ, ഉയരത്തിലെ ശക്തി, ഉയരത്തിലെ അഭിഷേകം ഇന്ന് രാത്രി എല്ലാ ജീവിതങ്ങളിലും വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങ് വലിയ സമാധാനം ഇന്ന് രാത്രി ജീവിതങ്ങളിൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടത്തേക്ക് അർപ്പിക്കുന്നു. ശുശ്രൂഷക്കാരനെ ശക്തീകരിച്ചതിനായി സ്തോത്രം. ജനത്തെ അവിടുന്ന് കൂട്ടിവരുത്തതിനായി സ്തോത്രം. വരുന്നവരിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും സ്വർഗ്ഗം അനുഗ്രഹിക്കുന്നു. ഞങ്ങൾക്കായി കാൽവരിയിൽ ജീവൻ അർപ്പിച്ച പുണ്യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം. അൻപുള്ള പിതാവേ, ആമേൻ. ക്രിസ്തുവിൽ ഞങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി, ആമേൻ. നിങ്ങൾക്ക് ഈ കൂട്ടായ്മ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ചെയ്യുക. ദൈവം എല്ലാവരെയും തഴഞ്ഞവനല്ല ഞാൻ, തിരഞ്ഞെടുത്തവൻ, മറന്നവനല്ല ഞാൻ, ഓർമ്മയിൽ ഉള്ളവൻ. കണ്ണീർ നിറഞ്ഞ രാത്രികളിൽ കൈപിടിച്ചു നടത്തിയവൻ. ലോകം വിട്ടുപോയാലും നീ എന്നെ വിടുകയില്ല. എന്റെ പേരം വിധിയിൽ എന്നേക്കും എഴുതിയിരിക്കിൽ. ഞാൻ നിന്റെ മകൻ, ഞാൻ നിന്റെ മകൾ. നിന്റെ സ്നേഹം മതിയെ എനിക്കായി ജീവൻ തന്നവനെ, എന്റെ രാജാവേ. എന്നേക്കും ഞാൻ നിന്റേതായിരിക്കും. ഇരുട്ടിൽ നിന്നെ വിളിച്ചു പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു. നിരാശയിൽ വീണ എന്നെ പ്രത്യാശയായി മാറ്റിയവൻ. എന്റെ കഥ അവസാനിച്ചിട്ടില്ല. എന്റെ ദൈവം ജീവനുള്ളവൻ. കരഞ്ഞ കല്ല് മൂലക്കല്ല, എന്നെ നീ ഉയർത്തും കർത്താവേ. കരഞ്ഞ കല്ല് മൂലക്കല്ല, എന്നെ നീ ഉയർത്തും കർത്താവേ. എന്റെ മകൻ, ഞാൻ നിന്റെ മകൾ. നിന്റെ സ്നേഹം മതിയെ എനിക്കായി ജീവൻ തന്നവനെ, എന്റെ രാജാവേ. എന്നേക്കും
ദൈവമുള്ളവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. രാത്രി സുഖകരമായ നിദ്ര എല്ലാവർക്കും ദൈവം നൽകട്ടെ. ഇന്ന് രാത്രി ആമേൻ വിവിധ ഇടങ്ങളിൽ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവം സൂക്ഷിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ വീണ്ടും കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ച് പങ്കാളിത്തം വഹിക്കാം. അതുവരെ ദൈവം എല്ലാവരെയും അവിടങ്ങളിലായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും ദൈവം നിറയ്ക്കട്ടെ. God bless you. See you again.